ഹായ് ഒരുവൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് ഓരോ കാര്യങ്ങൾ വന്നിട്ട് അതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോഴത്തേക്കാണ്. പിന്നെ ഇപ്പോഴത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയും, ഇതൊരു പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണ്, അല്ലാതെ ഇപ്പോൾ പുതിയ അവിടെ എടുക്കുക ഇവിടെ കോൾ എടുക്കുക എന്ന് പറയുന്നൊരു സംഭവമല്ല. ഇപ്പം അങ്ങനെ കോൾസ് കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചാനൽ സബ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ. ആദ്യമായിട്ടായിരിക്കും ഒരാൾ സബ് ചെയ്യതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം പക്ഷേ നിങ്ങൾക്കൊരു വ്യൂ കിട്ടും, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഞാനൊരു കാര്യം എക്സ്ട്രാ ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പറ്റും, പക്ഷെ നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് പഠിക്കണം. ഇപ്പം നമ്മുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം പ്രാപ്തി വേണം, ഒരിക്കലും മറ്റൊരാളുടെ അണ്ടർ നിൽക്കാൻ പാടില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു നമ്മുടെ കേരള ട്രേഡർ എന്ന് പറഞ്ഞൊരു ഫാമിലി ഇതേപടി തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ എപ്പോഴും ഞാൻ ചെയ്യും. ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നതെന്ന് പറയാൻ വരുമായിരുന്നു. അപ്പം നമുക്ക് ഇപ്പം ഇതിലോട്ട് വരാം. ഇപ്പോൾ ഇതൊരു 99 മുതലുള്ള ചാർട്ടാണ്, വീക്ക്ലി ടൈം ഫ്രെയിമാണ്. ഇത് നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം ഓവറോൾ അപ് ട്രെൻഡാണ്. അതുകൊണ്ട് ഞാനിത് ആദ്യമേ വരച്ച് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. ഇതൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിലൂടെ കടന്നു പോകുന്നൊരു ലൈനാണിത്. കൺട്രോൾ പ്രൈസ് ലൈൻ എന്നൊക്കെ പറയുന്ന നമുക്ക് പറയാം. ഇത് റെസിസ്റ്റൻസ് ഇതാണ് സപ്പോർട്ട് 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 സപ്പോർട്ട്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോൺ ചെയ്ത് കാണിച്ചു തരാം. ട്രേഡിങ്ങിൽ തന്നെ ക്ലോൺ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇതിലെ കൂടെ ഏകദേശം എല്ലാ റെസിസ്റ്റൻസിൽ കൂടെ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ കണ്ടല്ലോ. ഇത്രയും നാൾ ഏകദേശം ഒരു എത്ര നാളാണ്, ഒരു 2003 മുതൽ ഇതിനകത്ത എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ്. ഒരു എത്രയായിരുന്നു 2023 വരെ ആ ഒരു ചാനൽ തന്നെ കടന്ന് കറങ്ങി കണ്ടില്ലേ. നമുക്ക് ഇവിടുന്ന് തുടങ്ങിയ സമയത്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറൊരു പാറ്റേണൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സിമ്പിളാണ്. നമുക്ക് കണ്ടുപിടണം ഇവിടെ ഒരു അത് പിന്നെ ഈ ഒരു പാർട്ട് കണ്ടോ, ഈ ഒരു പാറ്റേൺ കണ്ടോ. അങ്ങനെ പല പാറ്റേൺസ് നമുക്ക് കണ്ടെടുക്കാം. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞിട്ട് മുകളിലോട്ട് തന്നെ പോയി. അപ്പോൾ ഇതിന് കണ്ട് ഇവിടെ ഒരു തൊട്ടടുത്ത് റെസിസ്റ്റൻസ് വെച്ചപ്പോൾ കണ്ടോ, അവിടെ തന്നെ കൃത്യം അതിനകത്ത് തന്നെ കയറി കളിച്ച് കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചാനലിലായിട്ട് മാറുമായിരുന്നു ചെയ്തത്. ഇത് പോട്ടെ, ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഉണ്ട് അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നെ ഇനി റീസെൻ്റ്ലി വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട്, നല്ലൊരു വോളിയം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം ഒരു 400% അടുത്തുള്ളൊരു മൂവ്മെൻറ്റെങ്കിലും അവിടെ കിട്ടിയിട്ടുണ്ടെന്ന്, 400 പോട്ട് ഒരു 200% അടുത്തുള്ള മൂവ്മെൻറ്റെങ്കിലും അവിടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തും അടുത്ത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഒരു ഡെയിലി കിടക്കട്ടെ. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു താജ്മഹൽ നമുക്ക് പടുത്തുയർത്താം. ഇതേപടി തന്നെ നടക്കണമെന്നൊന്നുമില്ല. ഇതൊന്നും കണ്ടിട്ട് ദൈവത്തെ ഓർത്ത് ചാടി കയറല്ലേ. ഇതെൻ്റെ ഒരു വ്യൂ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ മാക്സിമം സപ്പോർട്ട് റെസിസ്റ്റൻസിൽ കൂടെ നമ്മളിങ്ങനെ കടത്തി വരയ്ക്കുന്നു. ഇത് കണ്ടോ, സോറി. പിന്നെ വീഡിയോ നീണ്ടു പോകുമ്പോഴത്തേക്കും കാണുമ്പോൾ ബോറടിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ വേറെ വഴിയില്ല, എല്ലാം കാണിച്ചു തരുമ്പോഴത്തേക്ക്. അല്ലെ ബെല്ലിനെ പറ്റി നമ്മളൊരു 5-6 വീഡിയോ ഇട്ടിട്ടുണ്ടായി വരും. അത് മടുപ്പ് കണ്ടോ. ഇവിടെ മറ്റൊരു ചാനൽ പാറ്റേൺ ഉണ്ടായിരുന്നു. അവിടെ ബ്രേക്ക് ഔട്ട് ആയോ, വോളിയോ ഉണ്ടോ ഇല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. എൻ്റെ വീട്ടിലെ പൂച്ച സാർ ഇതാണ്ട് അവിടെ കിടന്ന് കരഞ്ഞ് സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കുക. ഇവിടെ നമുക്കൊരു ചാനൽ വേണം, ഞാൻ കണ്ടുപിടിച്ച് തരാം. ടി വിക്കകത്തുള്ളതിനെക്കാട്ടി കൂടുതൽ ചാനലാണല്ലോ ഇതിനകത്ത്. എന്നാലും ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ കണ്ടോ. ഇതിന് ആ ഒരു ബ്രേക്ക് ഔട്ട് തൊട്ട് പോകുമ്പോഴുള്ള മൂവ്മെൻറ്റ് തന്നെ കണ്ടോ. ഇവിടെ എല്ലാം നമുക്കിനകത്ത് പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഇതിനകത്ത് പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ, ഇവിടെ ഒരു ഇത് വരയ്ക്കാം, ട്രെൻഡ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. മാക്സിമം അതിനകത്ത് കൊണ്ടുകൊള്ളുന്നുണ്ടോ. ഇതിൻ്റെ അടുത്തൊരു മൂവ്മെൻറ്റ് എവിടെ വരെ പോകുമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു.
അത് നിങ്ങൾക്കുള്ള ഒരു അസൈൻമെൻ്റ് ആണ്. അടുത്ത എവിടെ വരെ പോകും അത്. കാരണം നമ്മളിത് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. കേരള ട്രേഡർ ഫാമിലിക്ക് ഏകദേശം അറിയാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം കുറച്ചൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. അല്ലാതെ എല്ലാം കൂടെ എന്നിട്ട് മാർക്കറ്റ് ഫോളി വന്ന ഈ വരയും കുറിയെല്ലാം എല്ലാം തെറ്റും. പക്ഷെ അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് പാലിച്ച് കയറുക എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് ചെറുതാക്കി ഒരു വീക്കിലോട്ട് തന്നെ പോവാം. ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ കാണും, ജസ്റ്റ് നോക്കുക. നിങ്ങളിപ്പോൾ ഒരു ചാർട്ട് എടുത്ത് നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇവിടെ താഴെ എത്തി. ഇതൊന്ന് സൂം ചെയ്ത് നോക്കുക. ഇവിടെ ഒരു സപ്പോർട്ട് എത്തി. ഇവിടെ തൊട്ട് മുകളിലത്തെ മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വോളിയം കയറി. ഇപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുക്കാമല്ലോ, തൊട്ടടുത്ത റെസിസ്റ്റൻസ് വരെ എൻട്രി എടുക്കാമല്ലോ. അപ്പോൾ അത് തന്നെ വെച്ചിട്ട് ആലോചിച്ച് നോക്കുക, ഇവിടെ എൻട്രി ഉണ്ടോ എക്സിറ്റ് ഉണ്ടോ ഇങ്ങനത്തെ കാര്യം. പിന്നെ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നൊരു പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. സ്വന്തമായിട്ട് വിലയേറിയ അഭിപ്രായം എന്നൊക്കെ സ്വയം പറയുന്നൊരു ട്രേഡറെ. അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ വലിയ ട്രേഡറോ കാര്യങ്ങളൊന്നുമല്ല. എനിക്കാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കിവിടെ ഒരു എൻട്രി പോയിൻ്റ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. നോക്കുക, ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കുക. ഇതെല്ലാം ഒന്ന് മാറട്ടെ. അത് മാർക്കറ്റ് കണ്ടീഷനും എല്ലാം വെച്ചിട്ട് മാത്രം എൻട്രി പോയിൻ്റ് കണ്ടിട്ടുള്ളവർ മാത്രം കയറുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്ലാഗ് പോലത്തെ ഒരു പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. ചാനലാണ് ഫ്ലാഗാണ്. അത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുക. കയറുവാണെന്നുണ്ടെങ്കിൽ മാത്രം. കയ്യിലുള്ളവർ പേടിക്കേണ്ട നിലവിൽ. ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവരൊന്നും നിലവിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് പ്രൈസ് ആക്ഷനും കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയിട്ടൊന്നും പറയുന്നില്ല. ബെല്ലൊക്കെ നല്ല സ്റ്റോക്കാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വീഡിയോ അങ്ങ് ലോങ് ആയി പോയത്. പിന്നെയും കുറേ കാര്യങ്ങൾ പറയാൻ കിടപ്പുണ്ട്, പിന്നെ വലിച്ചു നീട്ടുന്നില്ല. പല വീഡിയോസിലിട്ട് നമുക്ക് പറയാം. അപ്പം ഇത്ര നാൾ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി എന്ന് വെച്ചിട്ട് ചാനൽ നിർത്തി പോവല്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരും പഠിക്കുക, ഏണിങ്സ് ഉണ്ടാക്കുക.